സോ ലാസ്റ്റ് വീക്കിലെ ട്രേഡിംഗ് പെർഫോമൻസ് നമുക്ക് എങ്ങനെ പോയി നോക്കാം. സോ കഴിഞ്ഞ 13-ാം തീയതിയാണ്, തിങ്കളാഴ്ചയാണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. AUDയിലാണ് ആദ്യത്തെ ട്രേഡ് വരുന്നത്. സോ നമ്മൾ ആ ട്രേഡ് സെല്ല് കയറി ഫസ്റ്റ് എൻട്രി, സെക്കൻഡ് എൻട്രി, പിന്നീട് തേർഡ് എൻട്രി, പിന്നീട് ആ 3 എൻട്രികളും SL അടിക്കുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മൾ അടുത്ത എൻട്രികൾ കയറി അടുത്ത ദിവസം അതും SL അടിക്കുകയാണ് ചെയ്തത്. സോ അങ്ങനെ എൻഡ് ഓഫ് ദ വീക്കിൽ നമ്മളൊരു ട്രേഡ് റണ്ണിങ്ങിൽ ബ്രേക്ക് ഈവനായി. നമുക്കങ്ങനെ ഒരു ബ്രേക്ക് ഈവൻ സിസ്റ്റം അവിടെ യൂസ് ചെയ്യാം, പക്ഷേ നമ്മളത് ബ്രേക്ക് ഈവൻ ആക്കി. എനിക്ക് ഒന്നി TP അല്ലെങ്കിൽ SL എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു വീക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ടീമിലുള്ള മെമ്പേഴ്സിനോട് എല്ലാവരോടും റിസ്ക് കുറയ്ക്കുക എന്നുള്ള രീതിയിലുള്ള അഡ്വൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. റിസ്ക് കുറച്ചവർ ഓക്കെ, അല്ലാത്തൊരു ഓക്കെ, നമുക്കെല്ലാം ഓക്കെയാണ്. സോ ഈ വീക്കിൽ നമ്മൾ എൻഡപ്പ് ചെയ്തേക്കുന്നത് 17 ട്രേഡാണ് നമ്മൾ ടോട്ടൽ എടുത്തത്. 17 ട്രേഡിൽ ഒന്ന് സ്റ്റിൽ റണ്ണിങ് ആണ്, അത് നമുക്ക് അടുത്ത ആഴ്ച കൂട്ടാം. 16 ട്രേഡ് നമുക്ക് നോക്കാം. അതിനകത്ത് ഒരു 1:2, ഒരു 1:1, ഒരു ബ്രേക്ക് ഈവന്, ബാക്കി 13 SL ആണ്. സോ ടോട്ടൽ നമ്മളൊരു 10% ഈ വീക്കിൽ ഡൗൺ ആണ്. നിങ്ങൾ ഈ വീക്കിലി നോക്കുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലുള്ള ഡൗൺ സ്റ്റേജുകൾ വരുമ്പം ഒരുപാട് പ്രഷർ ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മന്ത്ലി മാത്രം നോക്കുക എന്നുള്ളത്. സോ നമ്മൾ കഴിഞ്ഞ വീക്കിലേതും എല്ലാം കൂടെ എടുത്ത് നമ്മൾ ഈ ഒരു ഗ്രൂപ്പിൽ സിഗ്നൽ ഇട്ട് തുടങ്ങിയിട്ട് നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പം ഒരു 8.7%, 8.99% സംതിങ് ലോസിലാണ് ഓവറോൾ. ഇയർലി എൻ്റെ പേഴ്സണലി നോക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും ലോസിലേക്കൊന്നും വന്നിട്ടില്ല. സോ ഈ ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയം എനിക്ക് ഇതുപോലുള്ള ഒരു ലൂസിങ് സ്ട്രീക്കുകളൊക്കെ വരുന്നത് ഒന്ന് കോവിഡ് സമയത്ത്, അല്ലെങ്കിൽ നമ്മളുടെ റഷ്യ-യുക്രൈൻ വാർ നടക്കുന്ന സമയത്തൊക്കെ ആയിരുന്നു ഇതുപോലുള്ള നമ്മുടെ സിസ്റ്റത്തിന് ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നത്. നമുക്കിത് മാറുന്നത് എപ്പോഴാണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ റിസ്ക് കുറച്ച് മുന്നോട്ട് പോകാൻ പറ്റുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം. നമ്മളിപ്പോൾ ഇവിടുന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ എന്നിത് മാറും. ഇതൊരു വാറിൻ്റെ സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ഇത് എന്ന് മാറാൻ പറ്റുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. വാറെന്ന് തീരുമെന്നുള്ളത് ഇത് ഓയിലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇത്രയും വലിയ പ്രശ്നത്തിലേക്കൊക്കെ പോകുന്നത്. സോ എപ്പോൾ വേണമെങ്കിലും മാറാം. നമ്മളപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് റിസ്ക് കുറച്ച് ട്രേഡ് ചെയ്യാം, അല്ലെങ്കിൽ മാറി നിൽക്കാം. ഇപ്പോൾ നല്ല രീതിയിൽ ഈ ഫണ്ടഡ് ട്രേഡേഴ്സിനൊക്കെ നിങ്ങൾക്ക് ഫണ്ടിങ് അക്കൗണ്ടുകളൊക്കെ വളരെ വിലക്കുറവിൽ കിട്ടും. കാരണം ഒരുപാട് ലോസ് എടുക്കുന്നുണ്ട്, അവർക്ക് ലാഭമായതുകൊണ്ട് തന്നെ അവർ വലിയ വലിയ അക്കൗണ്ടുകൾ എടുപ്പിക്കാൻ പ്രേരിപ്പിക്കും. സോ നിങ്ങൾക്ക് അതൊക്കെ എടുത്ത് വെച്ചിട്ട് മാർക്കറ്റ് മാറുന്ന സമയത്ത് മുന്നോട്ടടിക്കാം. സോ നെക്സ്റ്റ് വീക്കിൽ നമ്മളുടെ പെർഫോമൻസ് ഇനിയും ലോസിലേക്ക് പോവോ എന്നുള്ള കാര്യമൊക്കെ നോക്കി നമുക്ക് നെക്സ്റ്റ് വീക്കിലെ പെർഫോമൻസ് ആയിട്ട് കാണാം.